079/2025 ഒരു PYQ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. 50 ക്വസ്റ്റ്യനുകൾ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിലായിട്ട് ഇട്ടിരുന്നു. ഇത് 51ാമത്തെ ചോദ്യം മുതൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നു. 51ാമത്തെ ചോദ്യം, 2024 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ഡേവിഡ് ബേക്കറിന് ലഭിച്ചത് എന്തിനാണ്? ഉത്തരം ഓപ്ഷൻ ബി, കമ്പ്യൂട്ടേഷൻ പ്രോട്ടീൻ രൂപകൽപ്പനയ്ക്ക്. കമ്പ്യൂട്ടേഷൻ പ്രോട്ടീൻ രൂപകൽപ്പനയ്ക്ക് 2004 രസതന്ത്ര നോബൽ ലഭിച്ചത്. ആർക്കാണ് ലഭിച്ചത്? അത് ഡേവിഡ് ബേക്കറിനാണ്. 52ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ അനുഷ്ഠാന കല അല്ലാത്തത് ഏതാണ്? തെയ്യം, മുടിയേറ്റ്, പടയണി, കൂടിയാട്ടം. ഇവയാണ് ഓപ്ഷൻ. ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. കൂടിയാട്ടമാണ് അനുഷ്ഠാന കല അല്ലാത്തത്. അപ്പൊ അനുഷ്ഠാന കല ഏതെല്ലാമാണ്? തെയ്യമുണ്ട്, മുടിയേറ്റ്, പടയണി എന്നിവ എന്താണ്? അനുഷ്ഠാന കല ആണ്. 53ാമത്തെ ചോദ്യം, കേരള സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? 53ാമത്തെ ചോദ്യം, ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി, GV രാജയാണ് കേരള സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യ പ്രസിഡന്റ്. നെക്സ്റ്റ് 54ാമത്തെ ചോദ്യം, തിക്കോടിയൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? തിക്കോടിയൻ ആരാണ്? ഓപ്ഷൻ ബി, കുഞ്ഞനന്ദൻ നായരാണ് തിക്കോടിയൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. 55ാമത്തെ ചോദ്യം, താരിതു മാമക ഹൃദയം വീണിതു ചേരട്ടെ നിൻ തൃച്ചേവടിയിൽ പാപശില കൂടത്തിനുമുയരാം കാരുണ്യത്തിൻ തൃച്ചേവടിയിൽ. ഈ വരികളുടെ കർത്താവ്, കൃതി എന്നിവ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. അതാണ് ചോദ്യം. ഓപ്ഷൻ സി, സുഗതകുമാരി ഇരുൾ ചിറകുകൾ എന്ന കൃതിയിലെ വരികളാണിത്. എഴുതിയത് ആരാണ്? സുഗതകുമാരിയാണ്. 56ാമത്തെ ചോദ്യം, കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ ബി ആണ്, മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ. 57ാമത്തെ ചോദ്യം, 77ാമത് കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പിക്സ് അവാർഡ് നേടിയ ഓൾ വി ഇമേജിൻ ആസ് ലൈറ്റ് എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ. 57ാമത്തെ ഉത്തരം പായൽ കപ്പാടിയ. ഓപ്ഷൻ എ ആണ് ആൻസർ, പായൽ കപ്പാടിയ. 58ാമത്തെ ചോദ്യം, 2023 സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹമായ രൗദ്ര സാത്വികത്തിന്റെ കർത്താവ് ആരാണ്? രൗദ്ര സാത്വികത്തിന്റെ കർത്താവ് ആരാണ്? പ്രഭാവർമ്മ. ഓപ്ഷൻ എ, പ്രഭാവർമ്മയാണ് ആൻസർ. 59ാമത്തെ ചോദ്യം, ഡാഷിന് ഉദാഹരണമാണ് ആന്റിവൈറസ് സോഫ്റ്റ്വെയർ. ഏതിന് ഉദാഹരണമാണ് ആന്റിവൈറസ് സോഫ്റ്റ്വെയർ? ഓപ്ഷനുകളിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിലേതാണ് ആൻസർ? യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിന് ഉദാഹരണം ഏതാണ്? ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ആണ്. 60ാമത്തെ ചോദ്യം, HDMIയുടെ പൂർണ്ണ രൂപം എന്താണ്? HDMIയുടെ പൂർണ്ണ രൂപം എന്താണ്? HDMIയുടെ പൂർണ്ണ രൂപം എന്താണ്? ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇന്റർഫേസ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. HDMI എന്നാൽ ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇന്റർഫേസ് എന്നാണ്. 61ാമത്തെ ചോദ്യം, ജിബിൽ ഒരു അനിമേഷനെ സേവ് ചെയ്യാൻ അതിനെ ഡാഷ് ഫോർമാറ്റിൽ സേവ് ചെയ്യണം. ഓപ്ഷൻ ഏതാണ്? 61ാമത്തെ ചോദ്യം, ഉത്തരം ഓപ്ഷൻ എ ആണ്. GIF രൂപത്തിലാണ് സേവ് ചെയ്യുന്നത്. 62ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ വെബ് ബ്രൗസർ അല്ലാത്തത് ഏത് എന്നാണ്? അല്ലാത്തത് ഏതെന്നാണ്? ഏതാണ് ആൻസർ? ഓപ്ഷൻ സി, ഗൂഗിൾ ആണ്. ഗൂഗിൾ എന്തല്ല? ഒരു വെബ് ബ്രൗസർ അല്ല. അപ്പൊ വെബ് ബ്രൗസറിന് ഉദാഹരണം മറ്റേതെല്ലാം ഉണ്ട്? മോസില്ല ഫയർഫോക്സ് ഒരു വെബ് ബ്രൗസർ ആണ്. ഡക്ക് ഗോ അത് വെബ് ബ്രൗസർ ആണ്. ഡോൾഫിൻ, ഈ 3 വെബ് ബ്രൗസർ ആണ്. 63ാമത്തെ ചോദ്യം, സ്മാർട്ട് ഹോം ഉപകരണങ്ങളെ ബന്ധിപ്പിക്കാനും നിയന്ത്രിക്കാനും മൊബൈൽ ഉപകരണങ്ങളെ പ്രാപ്തമാക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ് എന്നാണ്? ഓപ്ഷൻ ഡി, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്നാണ്. ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്താണ്?
സ്മാർട്ട് ഹോം ഉപകരണങ്ങളെ ബന്ധിപ്പിക്കാനും നിയന്ത്രിക്കാനും മൊബൈൽ ഉപകരണങ്ങളെ പ്രാപ്തമാക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. 64-ാമത്തെ ചോദ്യം, വിവരാവകാശ നിയമത്തിലെ ഷെഡ്യൂളുകളുടെ എണ്ണം എത്ര? വിവരാവകാശ നിയമത്തിലെ ഷെഡ്യൂളുകളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ 2 ആണ്. ഓപ്ഷൻ ബി 2 ആണ് ഉത്തരം. ഷെഡ്യൂളുകളുടെ എണ്ണം 2 ആണ്. 65-ാമത്തെ ചോദ്യം, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 എത്ര വകുപ്പുകളാണ് ഉള്ളത്? ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 എത്ര വകുപ്പുകളാണ് ഉള്ളത്? 107 വകുപ്പുകളാണ് ഉള്ളത്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 എത്ര വകുപ്പുകളാണ് ഉള്ളത്? 107 വകുപ്പുകൾ ഉണ്ട്. 66-ാമത്തെ ചോദ്യം, ഗാർഹിക പീഡന നിരോധന നിയമം പാസാക്കിയത് എന്ന്? ഗാർഹിക പീഡന നിരോധന നിയമം പാസാക്കിയത് എന്നാണ്? ഓപ്ഷൻ ബി ആണ്. 2005 സെപ്റ്റംബർ 13-നാണ് പാസാക്കിയത്. 2005 സെപ്റ്റംബർ 13-നാണ് ഗാർഹിക പീഡന നിരോധന നിയമം പാസാക്കിയത്. 67-ാമത്തെ ചോദ്യം, പോക്സോ കേസ് ഫയൽ ചെയ്യുന്നതിനുള്ള സമയപരിധി എത്രയാണ് എന്നാണ്? പോക്സോ കേസുകൾ ഫയൽ ചെയ്യാനുള്ള സമയപരിധി എത്ര ദിവസമാണ്? സമയപരിധി ഇല്ല. സമയപരിധി പോക്സോ കേസുകൾക്ക് ഇല്ല. 68-ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ഇ സ്പോർട്സ് കേന്ദ്രം എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? കേരളത്തിലെ ആദ്യത്തെ ഇ സ്പോർട്സ് കേന്ദ്രം എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ തലശ്ശേരിയിലാണ്. 69-ാമത്തെ ചോദ്യം, 2024 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന്റെ ജേതാവ് ആരാണ് എന്നാണ്? ആരാണ്? ഉത്തരം മിഥുൻ ചക്രവർത്തിയാണ്. മിഥുൻ ചക്രവർത്തിയാണ് 2024 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയത്. 70-ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷമാണ്? 70-ാമത്തെ ഉത്തരം ഓപ്ഷൻ എ 1993 ഒക്ടോബർ 12-നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്.